Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ പാർട്ട് സിയിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം, എല്ലാ പേപ്പറിലും ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് വരാറ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. മാർക്കോവിറ്റ്സ് മോഡൽ വെച്ചിട്ട് പോർട്ട്ഫോളിയോ റിസ്ക് കാണാം. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. മാർക്കോവിറ്റ്സ് മോഡൽ ഫോളോ ചെയ്തിട്ട് മാർക്കോവിറ്റ്സ് മോഡൽ നിർബന്ധമായും പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം വരാണെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. വരാണെങ്കിൽ ഭാഗ്യം. ഇൻവെസ്റ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇതിനായിട്ട് മുമ്പത്തെ ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ദെൻ എക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻവയോൺമെന്റ് എലമെന്റ്സ് നിർബന്ധമായി നോക്കി വെക്കുക. ഇൻവെസ്റ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് in a bond. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് നോക്കി വെക്കുക. നമുക്ക് മിക്ക പേപ്പറിലും മാറി വരാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റിസ്ക് കൺസെപ്റ്റ് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെ പറ്റിയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഈ ഒരു തിയറി ചോദ്യം. നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ്, സെബിയുടെ ഫങ്ഷൻസ് ഓഫ് SEBI as an investment protector നിർബന്ധമായി നോക്കുക. മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് നമുക്ക് നിങ്ങളത് ലാസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ഈസി ആയിട്ടുള്ള ഏരിയ ആദ്യം നോക്കി വെക്കാം. ഫണ്ടമെന്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരാറുണ്ട്. വാട്ട് ഈസ് ഫണ്ടമെന്റൽ അനാലിസിസ്? അതുപോലെ തന്നെ EIC ഫ്രെയിംവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതിൻ്റെ കൂടെ EIC ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി, EIC ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ്, പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് തിയറി. പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ
എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ നീഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ ഫണ്ടമെൻ്റൽ മാത്രമേ പറഞ്ഞുള്ളൂ. ടെക്നിക്കൽ അനാലിസിസും നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ ടെക്നിക്കൽ അനാലിസിസ്. ആക്ച്വലി ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് എഴുതാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൺസെപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ടോപ്പിക്ക് തന്നെ കുറച്ചും കൂടിയും ഡെപ്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാൻ ശ്രമിക്കുക. എക്സ്പ്ലെയിൻ ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കണം കേട്ടോ. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് രണ്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഇൻ്റർമീഡിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റർമീഡിയറീസ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി അഡീഷണൽ ആയിട്ട് 2 സജഷൻസും കൂടി തരാനുള്ളത്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നൊരു ചോദ്യം, വാട്ട് ഈസ് സ്കൂൾസ്, ലാസ്റ്റ് ചാപ്റ്റർ സ്കൂൾസ്, ദെൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ പ്രോസസ് ഓഫ് സ്കൂൾസ് എന്താണെന്ന് 2 മാർക്കിൻ്റെയിലും വരാറുണ്ട് കേട്ടോ, നിർബന്ധമായും പഠിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ മാർക്കോവിറ്റ്സിൻ്റെ പ്രോബ്ലം പറഞ്ഞല്ലോ, ദെൻ അതിൻ്റെ തിയറിയും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ അതാണ് ലാസ്റ്റ് ഒരു സജഷൻ കൂടിയും തരാനുള്ളത്. ഹൗ ക്യാൻ, കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ചോദ്യമാണ്, ഹൗ ക്യാൻ ഒപ്റ്റിമൽ, റിപ്പീറ്റ് ആയിട്ട് വരുമോ എന്നുള്ളത് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ നോക്കാം. എപ്പോഴും ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അതിലുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പേപ്പർ പ്രോബ്ലം കിട്ടിയാൽ ചെയ്തോളൂ, ബിക്കോസ് പ്രോബ്ലം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് വരാറ്. ഹൗ ക്യാൻ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ can be selected. എങ്ങനെയാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ കൺസെപ്റ്റ് നോക്കുക. ദെൻ എക്സ്പ്ലെയിൻ it with the help of Markowitz efficient frontier. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നമുക്ക് 4 essay ചോദ്യങ്ങളാണ്, അതിൽ 2 എഴുതണ്ടേ. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ എന്തായാലും 4 ഒരു പ്രോബ്ലം ഇടാറുണ്ട്. സോ ആ പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ കാൽക്കുലേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ വെച്ചിട്ട്. പിന്നെ തിയറി ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എലവൻസ്, പിന്നെ റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്, പിന്നെ സെബിയുടെ ഫങ്ഷൻസ്, പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. ദെൻ പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ് അതിൻ്റെ നീഡ്, ഇൻ്റർമീഡിയറീസ് ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്, പിന്നെ സ്കൂൾസിനെ പറ്റിയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താണ്, പിന്നെ അത് മാർക്കോവിറ്റ്സ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ, അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത് കേട്ടോ. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.